നമ്മുടെ കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടാകുമല്ലേ? എന്നാൽ എത്ര ആത്മാർത്ഥ സുഹൃത്താണേലും വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അല്പശ്രദ്ധ വേണം കേട്ടോ. ഇന്ത്യയിൽ കോഴിക്കോട് ബേപ്പൂരിലെ ഗായത്രിയുടെ വീട്ടിൽ സംഭവിച്ചതുപോലെ ചിലപ്പോൾ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. കൂട്ടുകാരുടെ വീട്ടിൽ അവധിക്കെത്തിയ പെൺകുട്ടി 36 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞു. ആന്ധ്ര സ്വദേശിനിയായ സൗജന്യയെ അന്വേഷണത്തിനൊടുവിൽ പോലീസ് കണ്ടെത്തി. സ്വർണം പണയം വെച്ച പണവുമായി വിദേശത്തിറക്കം കറങ്ങി നടന്ന PG വിദ്യാർത്ഥിനിയെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കോഴിക്കോട് ബേപ്പൂർ പോലീസ് പിടികൂടിയത്. വീട്ടിൻ്റെ അലമാരി സൂക്ഷിച്ച് വെച്ചിരുന്ന സ്വർണം ഒരു തവണ അവരെ കാണിക്കുകയും ഈ 2 തവണയും ആയിട്ട് 36 പവൻ്റെ സ്വർണ്ണമാണ് ഇവിടുന്ന് മോഷണം പോയത്. ഇതിനുശേഷം വളരെ നല്ല രീതിയിൽ സമഗ്രമായ ശാസ്ത്രീയമായ അന്വേഷണമൊക്കെ നടത്തി നമ്മൾ CDR ഒക്കെ എടുത്തിട്ടും അവിടെ വന്നവരുടെ വീട്ടിൽ നിരന്തരമായ സമ്പർക്കത്തിലുള്ളവരുടെ എല്ലാം CDR മറ്റു കാര്യങ്ങളും വിശദമായി അന്വേഷിക്കുകയും അതിന് പ്രകാരമാണ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും വിജയവാഡ, ഗുജറാത്തിലെ വഡോദര തുടങ്ങിയ സ്ഥലങ്ങളിൽ, ബാംഗ്ലൂരിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്തുകയും പ്രതിയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്ക് വിമാനമാർഗം പോയ പ്രതി മുംബൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഗുജറാത്തിലും മുംബൈയിലും സൗജന്യയ്ക്കായി പോലീസ് നിലയുറപ്പിച്ചിരുന്നു. മോഷ്ടിച്ച സ്വർണത്തിൽ 26 പവൻ 2 ബാങ്കുകളിലായി പണയം വെച്ചതായി പ്രതി സമ്മതിച്ചു. അവശേഷിച്ച സ്വർണം എവിടെയെന്ന് കണ്ടെത്തുന്നതിനായി പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്.